എല്ലാവർക്കും ഇന്നത്തെ റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആ പേഴ്സൺ ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ആ പേഴ്സൺ ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത്, ഇതെല്ലാം തന്നെ നമ്മളിന്ന് നോക്കുന്നുണ്ട്. റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ, ഇതുപോലെയുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റ് വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ റീഡിംഗ് കാണുന്ന എല്ലാവർക്കും നന്ദി. റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങൾക്ക് പെയ്ഡ് പേഴ്സണൽ റീഡിങ്സിൽ താല്പര്യമുണ്ടെങ്കിൽ, അതിഷ്ടമാണെങ്കിൽ, അതിന് താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതായത് പെയ്ഡ് പേഴ്സണൽ റീഡിങ്സിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഇമെയിൽ ഐ ഡി വഴി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതോടൊപ്പം തന്നെ ഞാൻ വാട്സപ്പ് ലിങ്കും കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വാട്സപ്പ് വഴിയാണ് കോൺടാക്റ്റ് ചെയ്യാൻ എളുപ്പമെന്നുണ്ടെങ്കിൽ, താല്പര്യമെന്നുണ്ടെങ്കിൽ അതുവഴി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. മെസ്സേജസ് ആണ് അയക്കേണ്ടത് കേട്ടോ, കോളല്ല. കോൾസ് എടുക്കുന്നില്ല, മെസ്സേജസ് മാത്രമാണ്. നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് കിടക്കാം. വരും. എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ നിങ്ങളെ സ്വപ്നം കാണുന്നുണ്ട് എന്നുള്ളതാണ്. സ്വപ്നമെന്ന് പറയുമ്പോൾ കൂടുതലായിട്ടും എനിക്കിവിടെ മനസ്സിലാവുന്നത് പകൽക്കിനാവ് കാണാമെന്നൊക്കെ പറയില്ലേ, ആ ഒരു എനർജിയാണ് എനിക്കിവിടെ കൂടുതലായിട്ട് കിട്ടുന്നത്. അതായത് ഒരു പകൽക്കിനാവ് കാണുന്ന ആ ഒരു എനർജി ആണ് കൂടുതലായിട്ട് എനിക്കിവിടെ കിട്ടുന്നത്. ആ ഒരു എനർജി ആണ് കൂടുതലായിട്ട് കിട്ടുന്നത്. ഇനി എന്താണ് ആ പേഴ്സൺ സ്വപ്നം കാണുന്നത് അല്ലെങ്കിൽ പകൽക്കിനാവ് കാണുന്നത് എന്ന് ചോദിച്ചാൽ, എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ ചിന്തിക്കുന്നത്, ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉണ്ടായിട്ട് ഒരുപാട് നാളായിട്ടുണ്ട്. അതായത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചിട്ട് ഒരുപാട് നാളായിട്ടുണ്ട് എന്ന് ആ പേഴ്സണ് തോന്നുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഇത് ആ പേഴ്സണ് തോന്നുന്നത് മാത്രമല്ല, ഒരുപാട് നാളായിട്ടുണ്ടായിരിക്കാം നിങ്ങൾ തമ്മിൽ പിണങ്ങിയിട്ട്. അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും കാത്തിരിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ ലഭിക്കുന്ന എനർജി വെച്ചിട്ട് മനസ്സിലാവുന്നത്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് എന്താണോ അത് മാത്രം നിങ്ങൾ എടുക്കുക. ഞാനിവിടെ കിട്ടുന്ന എനർജിയാണ് പറയുന്നത് കേട്ടോ. എനിക്കിവിടെ കിട്ടുന്ന മെസ്സേജസാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇതിലെന്താണോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് മാത്രം നിങ്ങൾ എടുക്കുക. അപ്പോൾ ആ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ എന്നാണ് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനൊക്കെ മാറി ഇനി പഴയതുപോലെ നിങ്ങളോട് ആ പേഴ്സണൊന്ന് സംസാരിക്കാൻ കഴിയുക, നിങ്ങളെ കാണാൻ കഴിയുക എന്നൊക്കെ ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ പിണക്കമൊക്കെ മാറി എന്നാണ് നിങ്ങളോടൊന്ന് സംസാരിക്കാൻ സാധിക്കുക എന്നാണ് ആ പേഴ്സൺ ചിന്തിക്കുന്നത്. ഇനി അങ്ങനെ ഒരു മനോഹരമായിട്ടുള്ളൊരു പുതിയ തുടക്കം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുമോ എന്നാണ് ആ പേഴ്സൺ ചിന്തിക്കുന്നത്. ഇനി അങ്ങനെ ഒരു പുതിയ തുടക്കം ഉണ്ടായാൽ തന്നെ നിങ്ങൾ എന്തൊക്കെയായിരിക്കാം ആ പേഴ്സണോട് സംസാരിക്കുക, ആ പേഴ്സൺ എന്തൊക്കെയായിരിക്കാം നിങ്ങളോട് സംസാരിക്കുക, അതായത് നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയായിരിക്കാം സംസാരിക്കുക എന്നൊക്കെ ആ പേഴ്സൺ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആ പേഴ്സൺ പകൽക്കിനാവ് കാണുന്നുണ്ട്. അതായത് ഈ ഒരു പിണക്കം മാറി ഒരു മനോഹരമായിട്ടുള്ള പുതിയ തുടക്കമുണ്ടായി എന്നിട്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതായിട്ട് ആ പേഴ്സൺ സ്വപ്നം കാണുന്നുണ്ട്. അതായത് അത് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളോടൊന്ന് സംസാരിക്കാൻ, നിങ്ങൾ സംസാരിക്കുന്നത് കേൾക്കാൻ, ഒരു പുതിയ തുടക്കമുണ്ടാകാൻ, ഈ ഒരു റിലേഷൻഷിപ്പ് ഇനിയും മനോഹരമായി തന്നെ മുന്നോട്ട് പോകാൻ ഒക്കെ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ആ പേഴ്സൺ സ്വപ്നം കാണുന്നതും പകൽക്കിനാവ് കാണുന്നതും ഒക്കെ ഈ കാര്യങ്ങൾ തന്നെയാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാവുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്, പകൽക്കിനാവ് കാണുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ആ പേഴ്സണൊരു പേടിയുണ്ട്. ഇതിനി ആ പേഴ്സൻ്റെ മാത്രം ആഗ്രഹമായിരിക്കുമോ, അതായത് നിങ്ങൾക്ക് ആ പേഴ്സണോട് സംസാരിക്കാൻ താല്പര്യമുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹമുണ്ടോ, അതോ ഇനി ഇത് ആ പേഴ്സൻ്റെ മാത്രം ചിന്തയാണോ, അല്ലെങ്കിൽ ആ പേഴ്സൺ മാത്രമാണോ ഇങ്ങനെ സ്വപ്നം കാണുന്നതും ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നതും. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ചിന്തയുണ്ടോ, നിങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാറുണ്ടോ എന്ന് ചിലപ്പോഴെങ്കിലും ആ പേഴ്സൺ ചിന്തിക്കാറുണ്ട്. കാരണം ആ പേഴ്സൺ അറിയില്ല നിങ്ങൾ ആ പേഴ്സണെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ, ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എന്നൊന്നും ആ പേഴ്സൺ അറിയില്ല. പക്ഷേ ചിലപ്പോഴൊക്കെ ആ പേഴ്സണ് വളരെ കോൺഫിഡൻസ് തോന്നാറുണ്ട്. ഇല്ല, ഇത് ആ പേഴ്സൺ മാത്രം ചിന്തിക്കുന്നതായിരിക്കില്ല, ആ പേഴ്സൺ മാത്രം
ആഗ്രഹിക്കുന്നതായിരിക്കില്ല. അതായത് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ടോ ഒരു പക്ഷേ അത്രത്തോളം നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം എന്ന് ആ പേഴ്സൺ ചിന്തിക്കാറുണ്ട്. ഞാനൊന്ന് ചെന്ന് സംസാരിക്കാൻ വേണ്ടി കാത്തിരിക്കുമായിരിക്കാം, ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ ഉടനെ എന്നോട് സംസാരിക്കും, നോക്കിക്കോളൂ എന്നൊക്കെ ആ പേഴ്സൺ സ്വയം ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. അതായത് ഞാനൊന്ന് സംസാരിക്കാൻ വേണ്ടി കാത്തിരിക്കുവാണ്, ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്നോട് ഒന്ന് സംസാരിക്കും എന്നൊക്കെ ആ പേഴ്സൺ ചിന്തിക്കാറുണ്ട്. അതായത് നിങ്ങൾ ആ പേഴ്സണൊന്ന് സംസാരിക്കാൻ വേണ്ടി കാത്തിരിക്കുവാണ് എന്ന് ആ പേഴ്സൺ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്. അല്ലെങ്കിൽ എന്നോട് വന്ന് സംസാരിക്കും, നോക്കിക്കോളൂ എന്നെ കാത്തിരിക്കുന്നുണ്ടായിരിക്കും, ഞാൻ കാത്തിരിക്കുന്ന പോലെ തന്നെ എന്നെ കാത്തിരിക്കുന്നുണ്ടായിരിക്കും എന്നൊക്കെ ചിലപ്പോഴെങ്കിലും ആ പേഴ്സൺ ഇങ്ങനെ വളരെയധികം കോൺഫിഡൻസോടുകൂടി ചിന്തിക്കാറുണ്ട്. പക്ഷെ അത് ചിലപ്പോൾ മാത്രമേ ഉണ്ടാവാറുള്ളൂ. അത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ആ പേഴ്സൺ തന്നെ ചിന്തിക്കും, ഇല്ല എന്നോട് സംസാരിക്കാൻ താല്പര്യമുണ്ടാവില്ല, അതുകൊണ്ടല്ല എന്നോട് ഇതുവരെ സംസാരിക്കാത്തതെന്ന് ആ പേഴ്സൺ തന്നെ ചിന്തിക്കും. അതായത് രണ്ടും ആ പേഴ്സൺ തന്നെയാണ് ചിന്തിക്കുന്നത്. വളരെ കോൺഫിഡൻസോട് ചിന്തിക്കുന്നതും ആ പേഴ്സൺ തന്നെയാണ്. കുറച്ച് കഴിയുമ്പോൾ ആ കോൺഫിഡൻസ് പോവുകയും ചെയ്യും. എങ്കിൽ പോലും കോൺഫിഡൻസ് പോയാലും ഇങ്ങനെ മാറി മാറി ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും, അതായത് കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും, എന്നിട്ട് ആ കോൺഫിഡൻസ് പോവുകയും ചെയ്യും, ഒക്കെ ശരിയാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി ആ പേഴ്സണ് വിശ്വാസമുണ്ട്, ഒരു വിശ്വാസം ഇപ്പോഴും ഉണ്ട്. ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങളും ആ പേഴ്സണെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത്. അതായത് നിങ്ങളുടെ പിണക്കമൊക്കെ മാറി ഒരു നല്ല പുതിയ തുടക്കം ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുമെന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ഞാൻ ഈ പറഞ്ഞതെല്ലാം നിങ്ങളുടെ എനർജി കൂടി ആയിരിക്കാം. നിങ്ങൾക്കിത് എങ്ങനെയാണോ റെസനേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കുക. അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ രണ്ടുപേരുടെയും എനർജി ആയിരിക്കാം, അല്ലെങ്കിൽ ഇത് ആ പേഴ്സൻ്റെ മാത്രം എനർജി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി ആയിരിക്കാം. നിങ്ങൾക്കിത് എങ്ങനെയാണോ റെസനേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കുക. എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജസ് ആണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇതിലെന്താണോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് അത് മാത്രം നിങ്ങൾ എടുക്കുക. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ റീഡിംഗ് കണ്ട എല്ലാവർക്കും നന്ദി. എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. ബൈ ബൈ.